എൻ്റെ പേര് സോന സന്തോഷ്. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. കൃപാസനം മാതാവിൻ്റെ ഉടമ്പടി വഴിയായിട്ട് മാതാവ് ഈശോയിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആദ്യമേ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ജൂലൈ 27-ാം തീയതിയാണ്. ഇപ്പോൾ നിലവിൽ ഉടമ്പടിയിൽ തന്നെയാണ്, പുതുക്കി. ഞാനൊരു നേഴ്സായിട്ട് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് വർക്ക് ചെയ്യുക, ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ OETക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. UK പോകാനായി. ആ സമയത്താണ് UK ഫുള്ളും റിക്രൂട്ട്മെൻറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ ഫ്രീസ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നതും, അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ എക്സാം എഴുതണോ ഡേറ്റ് എടുക്കണോ എന്നൊക്കെ അറിയാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. അതുവരെ എനിക്ക് കൃപാസനത്തെ പറ്റി ഒട്ടും അറിയില്ലായിരുന്നു. എവിടേക്കോ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരിക്കൽ മുറിയിൽ റൂം അടച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് സങ്കടം വന്നു. ഒരുപാട് കരഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് വേറൊന്നും മനസ്സിലോട്ട് വന്നില്ല. എൻ്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനായിട്ട് ഒരു ഉടമ്പടി എടുക്കണം, കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണം എന്നാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. പക്ഷേ ഉടമ്പടി എന്താണെന്നോ കൃപാസനം തന്നെ എന്താണെന്നോ എനിക്ക് വ്യക്തമായിട്ട് ധാരണയൊന്നും ഇല്ലായിരുന്നു. എവിടേക്കോ കണ്ട ഒരു ഓർമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പത്രങ്ങളൊക്കെ പലപ്പോഴും എന്നെ കണ്ടിട്ടുണ്ട്, ചിലത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞാൻ വായിച്ചിരുന്നില്ല. പക്ഷേ എനിക്ക് ആദ്യമേ ഒരു സൊല്യൂഷനായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്നത് മാതാവിൻ്റെ പക്കൽ മാത്രമാണ് എനിക്കൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഐഡിയ ആണ് അപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്നത്. അപ്പോൾ ആ റൂമിൽ വെച്ച് തന്നെ ഞാൻ മാതാവിനെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് ഇങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം എക്സാമൊക്കെ കഴിഞ്ഞു. ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി ചെയ്തു തുടങ്ങി. പക്ഷേ ആ സമയത്ത് എനിക്ക് നല്ലതുപോലെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നിങ്ങനെ ആഗ്രഹിച്ചു. ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ജൂനിയറിൽ നിന്ന് അറിഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയും വന്നാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോഴും അന്നേരം എനിക്ക് UK പോകണം, ആ ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ഉടമ്പടി എന്താണെന്നോ വ്യക്തമായിട്ട് അതെന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഞങ്ങൾ ശരിക്കും സീരിയസ് ആയിട്ട് ശരിക്കും മനസ്സിലാക്കിയിട്ടല്ല വന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി, ആ ഒരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് പോയി. ഞാൻ ICUവിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഒരുപാട് രോഗികളൊക്കെ കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാനൊക്കെ അവസരം ലഭിക്കും, അതിനൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അങ്ങനെ ഉടമ്പടി ചെയ്തു, ഉടമ്പടി പൂർത്തിയാക്കി കൃത്യം ഒരു 10-12 ദിവസത്തിനുള്ളിൽ ഞാൻ ഉടമ്പടി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു UK ഏജൻസി വഴിയായിട്ട് അങ്ങോട്ട് പോകാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ തന്നെ ഒത്തിരി ഹോസ്പിറ്റൽസിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്കൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെയിൽ ചെയ്ത് ഇങ്ങനെ ഞങ്ങളുടെ CV ഡീറ്റെയിൽസൊക്കെ അയച്ചു കൊടുത്ത് ഞങ്ങൾ എക്സ്ട്രാ കുറേ ക്ലാസ്സൊക്കെ കൂടി ഞങ്ങളുടെ CV ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് അവരിങ്ങനെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അന്നത്തെ ഇൻബോക്സ് കണ്ടറിയാം, ഫുള്ള് റിജക്ഷൻ മെയിൽ മാത്രമായിരുന്നു. ഫുള്ള് എവിടേക്ക് അപ്ലൈ ചെയ്യുന്നു അതൊക്കെ റിജക്റ്റ് ചെയ്ത് പോവും. അങ്ങനെ എനിക്കറിയില്ല, ഒരു 10-100 അടുത്ത് റിജക്ഷൻ മെയിൽ എനിക്ക് വന്നിട്ടുണ്ട്. അത് ആ ഏജൻസിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം റിജക്റ്റായി പോവുമായിരുന്നു. അതിനുശേഷം എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കാര്യം നടക്കത്തില്ല എന്ന് പോലും വിചാരിച്ച സമയത്ത് ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത്. ഉടമ്പടിയുടെ സമയത്തായാലും റിജക്ഷൻസ് തന്നെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി പൂർത്തിയായി ഒരു 10-12 ദിവസത്തിനകത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ, ഞാൻ ഓർക്കുന്നില്ല, നോർക്കയുടെ ഒരു ഇൻ്റർവ്യൂവിന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഇൻവിറ്റേഷൻ മെയിൽ വന്നു. പക്ഷേ ഞാൻ ശ്രമിച്ചത് ആ വഴിക്കേ അല്ല, ഞാൻ വേറെ പ്രൈവറ്റായിട്ടാണ് നോക്കിയിരുന്നത്. പക്ഷേ അവിടെ നിന്നൊന്നും എനിക്ക് കിട്ടിയില്ല. സർക്കാരിൻ്റെ തന്നെ എനിക്ക് ഇൻവിറ്റേഷൻ വന്നു, അത് ആർക്കും വന്നിട്ടില്ല, എൻ്റെ കൂടെയുള്ള ആർക്കും വന്നിട്ടുമില്ല. അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഡെയിലി ബ്രെഡൊക്കെ കണ്ട് എനിക്ക് മാതാവ് തന്നെ എനിക്കൊരു കൂട്ടുകാരീനെ UK അപ്പോൾ ഞാൻ ഇതുവരെ ഒരു ഇൻ്റർവ്യൂവിന് പോലും അപ്പിയർ ചെയ്തിട്ടില്ല. അപ്പം അവൾ വഴി എനിക്ക് ക്വസ്റ്റ്യൻസൊക്കെ കിട്ടി. എപ്പോഴും മാതാവിനെ പ്രാർത്ഥിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പെട്ടെന്നൊരു പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ അന്ന് ഡെയിലി ബ്രെഡൊക്കെ കൂടി വെഞ്ചരിച്ച കാശ് രൂപ എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിലൊക്കെ വെച്ച് അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷേ 60-80 വേക്കൻസി. പക്ഷേ എനിക്കതിൽ സെലക്ഷൻ കിട്ടി. അതിനുശേഷം എനിക്ക് ഒത്തിരി സന്തോഷമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാനിതിനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സാക്ഷ്യപ്പെടുത്തണം എന്ന് ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ ഞാൻ എൻ്റെ ഇവിടെ നിലവിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൊരു ജൂനിയറിനെ വിളിച്ചു. അപ്പോൾ അവൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ്, എനിക്ക് ഉടമ്പടി പുതുക്കിയിട്ടില്ല, ഞാൻ പുതുക്കിയാലാണ് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് അപ്പോഴാണ്. കാരണം ഏറ്റവും ആദ്യമേ ഉടമ്പടി എടുത്തപ്പോൾ എനിക്കിതൊരു ജീവിതശൈലിയാണെന്നോ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട കാര്യമാണെന്നോ എനിക്ക് മനസ്സിലായിരുന്നില്ല. ഞങ്ങളുടെ അപ്പോഴത്തെ ഒരു ഇൻറ്റൻഷൻ ഞങ്ങൾക്ക് ജോലി കിട്ടണം, ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പുതുക്കിയാൽ മാത്രമാണ് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്.
പറയുന്നത്. അപ്പം എനിക്ക് ഒരുപാട് വിഷമമായി, കാരണം സാക്ഷ്യം പറഞ്ഞില്ല, എൻ്റെ മനസ്സിലത് എപ്പോഴും ഒരു വിഷമമായിട്ട് കിടക്കും. അപ്പം അങ്ങനെ ഉടമ്പടി പുതുക്കണമെന്ന് ഇങ്ങനെ ചിന്തിച്ചു. അന്നേരം ഞാൻ ആലോചിച്ചു, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പോലും. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം, ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കാണ്ടാണല്ലോ ഇതിലേക്കിട്ടൊക്കെ ഇറങ്ങി തിരിച്ചത് എന്നൊക്കെ തോന്നി. അതിനുശേഷം ഞാനിങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ ആയിട്ട് ഞാൻ എന്നാൽ പുതുക്കുന്നില്ല, വന്ന് കണ്ട് നന്ദി പറഞ്ഞു പോവാം എന്ന് വിചാരിച്ചു. വേറൊരു പ്രശ്നം, ഞാനപ്പോൾ പുതുക്കിയാൽ തന്നെ ഞാൻ UK ചെല്ലുവാണ്, ഈ പുതിയ സ്ഥലം. അപ്പോൾ അവിടെ എനിക്ക് എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല. അല്ലെ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഓൺലൈനായിട്ട് അടുത്ത് എടുക്കാനുള്ള ഒരു സമയം വരുന്നില്ല. കാരണം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്താണ് ഞാൻ പോകുന്നത്. അന്നേരം എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നൊക്കെ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. കാരണം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ പുതുക്കുന്നില്ല എന്നിങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു സമയത്ത് എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യുക. ഞാൻ ഓൾറെഡി റിസൈൻ ചെയ്തായിരുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന്. ടെമ്പററി ഇൻറ്റേൺഷിപ്പായിരുന്നു, പിന്നെ ഞാൻ ടെമ്പററി ആയിട്ട് കയറിയായിരുന്നു. ആ ജോലി റിസൈൻ ചെയ്തായിരുന്നു. അപ്പം ആ ടൈമിൽ എനിക്ക് എൻ്റെ ഡേറ്റ് കുറച്ച് എക്സ്റ്റെൻഡ് ആവും, സെപ്റ്റംബറിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങനെ മെയിൽ വന്നു. അപ്പോൾ ഞാൻ റിസൈൻ വെക്കുകയും ചെയ്തു. പിന്നെ 6 മാസത്തോളം ഗ്യാപ്പും വരും. അപ്പം ഞങ്ങളുടെ പ്രൊഫഷനിൽ അങ്ങനെ ഗ്യാപ്പൊന്നും അങ്ങനെ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പം പിന്നെ ജോലി അത്ര നല്ലൊരു ജോലി കളഞ്ഞിട്ടും പോകുന്നല്ലോ എന്ന് ഓർത്ത് ഒരുപാട് ഇങ്ങനെ വിഷമിച്ചു. ആ സമയത്ത് എന്നാലും ഉടമ്പടി പുതുക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പിന്നെയും കുറേ പ്രശ്നങ്ങൾ വന്നിരുന്നു, ഒരുപാട് ആശങ്കകൾ വന്നിരുന്നു. ആ സമയത്തൊക്കെ ഉടമ്പടിയിലായിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. കാരണം ഇതിനൊരു മാതാവ് ഉണ്ടെന്നുള്ളൊരു വലിയ ബോധ്യം ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ ഉടമ്പടി പുതുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ കസിനെ വിളിച്ച് സംസാരിച്ച് ഡേറ്റൊക്കെ തീരുമാനിച്ചതിൻ്റെ പിറ്റേന്ന് എനിക്ക് വീണ്ടും ഒരു മെയിൽ വന്നു. ചിലപ്പോൾ ചില ആൾക്കാരുടെ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ വാലിഡിറ്റി എക്സ്പയർ ആകും, അതുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ ആക്കി പ്രീപോൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് സൈനായിട്ട് തോന്നി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അതായത് ഉടമ്പടി മാതാവെ എനിക്ക് തരണേന്ന് തന്നെ പ്രാർത്ഥിച്ചു. അപ്പം അന്നൊരു കുറച്ച് സമയത്തിനുള്ളിൽ എൻ്റെ ഡേറ്റ് 1 മാസത്തോടെ ഓഗസ്റ്റ് 21 മാറ്റിയെന്ന് പറഞ്ഞ് മെയിൽ വന്നു. അപ്പം എൻ്റെ ആശങ്കയ്ക്ക് അവിടെ പ്രസക്തിയില്ല. കാരണം നേരത്തെ പോലെയല്ല, കറക്റ്റ് ഉടമ്പടി പുതുക്കുകയാണെങ്കിൽ 90 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത്. പിന്നെ NRI ഉടമ്പടിയിലോട്ടൊക്കെ മാറാൻ ഒക്കെ പറ്റുന്ന രീതിയിലാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്. അപ്പം പിന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. പിന്നെ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോഴാണ് കുറച്ചുകൂടെ എനിക്ക് മനസ്സിലാകുന്നത്, കുറച്ചുകൂടി കറക്റ്റായിട്ട് റെഗുലറായിട്ട് അതൊരു ലൈഫ് സ്റ്റൈലാണെന്ന് മനസ്സിലാക്കി. എല്ലാ ധ്യാനങ്ങളും കൂടാനും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫോമുല അത് എനിക്ക് മനസ്സിലായത് പുതുക്കിയതിന് ശേഷം. അപ്പം ഞാൻ കുറച്ചുകൂടെ ഉടമ്പടിയിൽ ജീവിക്കണം ആ ഒരു രീതിയിലേക്ക് വന്നു. പഴയതിലും ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഇൻറ്റൻഷൻ മാത്രം വെക്കാതെ അത് മാതാവിനെക്കുറിച്ച് കുറച്ചുകൂടി സംസാരിക്കാനും കുറച്ചുകൂടെ കാര്യമായിട്ട് പത്രം കൊടുക്കാനും കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ സാധിച്ചത് രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ്. അതിങ്ങനെ ഒരു 90 ദിവസത്തിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്യേണ്ട അങ്ങനെ പ്രയർ അല്ല, അത് നമുക്ക് പുതുക്കി അത് തന്നെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹവും എല്ലാം വന്നത് രണ്ടാമത് പുതുക്കിയതിന് ശേഷമായിരുന്നു. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ മെഡിസിൻ്റെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പം ആ ടൈമിൽ അവിടെ എനിക്ക് പറ്റുന്നത് പോലെ ചെറിയ രീതിക്കൊക്കെ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്, ചെറിയ തുകയൊക്കെ കൊടുത്തിട്ട്. പിന്നെ ചിലപ്പോൾ ഞാനിങ്ങനെ CCUലൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ അവരാണ് മേടിക്കുന്നത്, ബൈസ്റ്റാൻഡേഴ്സാണ് വാങ്ങിച്ചത്, മിനറൽ വാട്ടറൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുന്നതാണല്ലോ എന്ന് കരുതി അങ്ങനെ വെള്ളമൊക്കെ മേടിച്ച് വെക്കാൻ പറ്റി. അപ്പോൾ അവർക്കത് അത്രയും കുറച്ച് മേടിച്ചാൽ മതി. ചെറിയ ഗ്ലൂക്കോസ് ട്രിപ്പുകൾ, അങ്ങനെ ചെറിയ പൈസയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ വാങ്ങിച്ച് വെക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് പുതുക്കിയതിന് ശേഷം കുറച്ചുകൂടെ കാര്യമായിട്ട് അതിന് മുമ്പ് ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ നവജീവൻ ട്രസ്റ്റ് ഞങ്ങളുടെ അവിടെയുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഉടമ്പടി പുതുക്കിയതിന് ശേഷം അവിടെ പിന്നെയും പോയി അവിടെ ചെറിയ രീതിക്ക് എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ വീട് തൊടുപടിയാണ് നവജീവൻ കോട്ടയത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു 1 ഡേ ഒക്കെ ആയിട്ട് ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ രോഗികളെയൊക്കെ സന്ദർശിച്ച് എല്ലാ ആഴ്ചയും തന്നെ പറ്റുന്നത് പോലെ എല്ലാ ആഴ്ചയും രോഗി സന്ദർശനം നടത്താറില്ല, എങ്കിലും നേരത്തെ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴേക്കാളും കുറച്ചും കൂടെ സമയം കിട്ടിയത് ഇപ്പോഴാണ്. അപ്പം ഓരോ വീടുകളിൽ പോയിട്ട് അവിടെ കണ്ട് പ്രാർത്ഥിക്കാനും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലൊക്കെ പോയി പത്രം കൊടുക്കുമ്പോൾ അവിടെ രോഗികളുണ്ട്, അവരോട് മാതാവിനെക്കുറിച്ച് സംസാരിക്കാനും അവർക്ക് ഇങ്ങനെ തൈലം പുരട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഇപ്പോൾ സാധിക്കാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, എനിക്ക് പണ്ട് തുടങ്ങി എവിടെ പോയാലും കൃപാസനത്തിൻ്റെ പത്രം കിട്ടുമായിരുന്നു. ഉടമ്പടി എടുക്കാൻ തുടക്കത്തിൽ എനിക്ക് വേണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എവിടെ പോയാലും എനിക്ക് പത്രം കിട്ടുമായിരുന്നു.
ഒരു ദിവസം ഞാൻ റൂമിലൊക്കെ ഞാൻ റൂമിൽ 3 പേര് താമസിക്കുന്നുണ്ട്. അപ്പം ഒരിക്കൽ എൻ്റെ ടേബിളിൽ മാത്രം ആരോ കുറേ പത്രം കൊണ്ടുവച്ചു. ഞാൻ എടുക്കണോ വേണ്ടോ എന്ന് കൺഫ്യൂഷൻ അടിച്ചിരുന്ന സമയത്തായിരുന്നു. അപ്പം അതാരാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. ബാക്കി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ടേബിളിലൊന്നും വെച്ചില്ല, എൻ്റെ ടേബിളിലാണ് വെക്കാറ്. അപ്പം അതിലൂടെയൊക്കെ മാതാവ് എന്നെ ഇങ്ങനെ ഉടമ്പടിയിലോട്ട് വിളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ പറയാനുണ്ട്. എപ്പോഴും എവിടെ പോയാലും എനിക്കങ്ങനെ എടുക്കാനായിട്ട് എന്നെ പ്രചോദനം തരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നു. ഉടമ്പടി വന്നതിന് ശേഷം അങ്ങനെ എൻ്റെ ഈ പണ്ട് എനിക്ക് കിട്ടിയിരുന്ന ഒരുപാട് പത്രങ്ങൾ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി കൊടുക്കുന്ന പത്രം കൂടാതെ എൻ്റെ കയ്യിലിരുന്ന പഴയ പത്രങ്ങൾ പോലും എനിക്ക് കൊടുത്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്നും ബാലൻസ് വെക്കാതെ കുറേ കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പണ്ടൊക്കെ പേഴ്സണൽ പ്രെയർ കുറവായിരുന്നു. പക്ഷെ ഇപ്പം എങ്ങനെ പോയാലും ഒരു ദിവസം കുറച്ച് സമയം ഈശോയായിട്ട് അതും മിക്ക ദിവസം ഇപ്പം അടുത്ത രണ്ട് ദിവസങ്ങളിലായിട്ട് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു 10-15 മിനിറ്റ്, മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഈശോടൊപ്പം മാത്രമായിട്ട് വേറെ പ്രാർത്ഥനകളൊന്നും ചെല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന മാത്രമായിട്ടിരുന്ന് പേഴ്സണൽ പ്രെയർ നടത്താൻ പറ്റാറുണ്ട്. പിന്നെ ബൈബിള് ആദ്യമേയൊക്കെ ഞാനിങ്ങനെ വായിക്കുമ്പോൾ അരമണിക്കൂർ അങ്ങ് ചുമ്മാ വായിച്ചു വരുന്നു. പക്ഷേ ഇപ്പോഴും കുറച്ചുകൂടെ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ച് മനസ്സിലാക്കാൻ പറ്റണേ അങ്ങനെ ഒരു ആഗ്രഹം വെച്ച് ആത്മാർത്ഥതയോടെ വായിക്കാൻ പറ്റാറുണ്ട്. പിന്നെ എൻ്റെ ചില സ്വഭാവങ്ങൾ, ഇപ്പം നമുക്ക് കൂട്ടുകാരുടെ ഒക്കെ അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയാനും ഇങ്ങനെ ഗോസിപ്പ് പറയാനൊക്കെയുള്ള ടെൻഡൻസി കൂടുതൽ വരാറുണ്ട്. പക്ഷേ ഉടമ്പടി ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ തീരുമാനിച്ചായിരുന്നു മാക്സിമം കുറ്റം പറയാതിരിക്കാനും, ആരെങ്കിലും വിശ്വസിച്ച് നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഫ്രണ്ട്സിനോടായാലും പോലും പറയാതിരിക്കാനും, അങ്ങനെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്തെങ്കിലും കുറ്റമൊക്കെ പറയാനൊക്കെ തോന്നുമ്പോഴേക്കും നമ്മൾ ഉടമ്പടിനെ ഓർക്കുമ്പോൾ നമ്മളങ്ങനെ നിർത്താറുണ്ട്. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരുപാട് സ്വഭാവത്തിൽ പരിവർത്തനം വന്നിട്ടുണ്ട്. ഉടമ്പടി വഴിയായിട്ട് പരിശുദ്ധ അമ്മയും ഈശോയും എൻ്റെ ജീവിതത്തിൽ വരുത്തിയ എല്ലാ മാറ്റങ്ങൾക്കും ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരുന്ന സമയത്ത് ഇത്രയും നല്ലൊരു ജോലി നൽകി ഞാൻ 21-ാം തീയതി ഞാൻ പോവുകയാണ്. അപ്പം ഇത്രയും വരെ ഒരു സ്മൂത്തായിട്ട് എനിക്കൊന്നും ചെയ്യേണ്ട വന്നില്ല. എല്ലാം കറക്റ്റായിട്ട് മാതാവ് തന്നെ ചെയ്തു തന്നു. എന്നെക്കാളും എക്സ്പീരിയൻസും എന്നെക്കാളും നേരത്തെ എക്സാംസൊക്കെ പാസ്സായ ഒത്തിരി പേര് ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് ഒരു യോഗ്യത ഇല്ലാഞ്ഞിട്ട് പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്കൊരു ജോലി UK തന്ന മാതാവ് ഇപ്പം എന്നെ കൊണ്ടുപോവാണ്. ഇതൊട്ടും എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല. അത് എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്. എൻ്റെ കഴിവുകൊണ്ട് ഒരുപാട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും എനിക്കൊന്നും സാധിച്ചിരുന്നില്ല. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ മാതാവ് തന്നെ ഞാൻ കൊടുത്താരും മറന്ന ഒരു ആപ്ലിക്കേഷൻ എനിക്കിപ്പോൾ ജോലി അയക്കുന്നത്. അതൊരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല. മാതാവ് അത്രയും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എനിക്ക് എല്ലാം ക്രമീകരിച്ചുകൊണ്ടാണ്. ഈശോയ്ക്ക് മാതാവിന് നന്ദി പറയുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. സോന എന്ന മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ ഈശോ തന്നെ വളരെയധികം ശ്രദ്ധ ചെലുത്തിയാണ് ഈ മകളെ ഒരു UK വിസ നൽകി അവിടെയുള്ളൊരു നല്ല ഹോസ്പിറ്റലിലേക്ക് ഈ മകളെ കൊണ്ടുപോകുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ഈ മകൾ ഇവിടെ വന്നതിൻ്റെ ഏക ഉദ്ദേശം എനിക്കൊരു ജോലി കിട്ടുക, ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ ജോലി കിട്ടും, അത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു എന്ന ഒരു വളരെ ചെറിയ ഒരു ഇൻഫർമേഷൻ മാത്രമേ ഈ മകൾക്കുണ്ടായിരുന്നുള്ളൂ. ആ ഒരു അറിയിപ്പിൽ നിന്ന് ഈ മകൾ ഒരുപാട് വളർന്ന് ഒരു 3 മാസത്തിനകം ഒരു സ്വഭാവ രൂപീകരണത്തിലൂടെ താൻ എങ്ങനെയൊക്കെ ആയിരിക്കണം, എൻ്റെ സ്വഭാവത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ വരുത്തണം, എനിക്ക് ഈശോ എന്നിൽ രൂപപ്പെടുമ്പോൾ ഞാൻ എന്തുമാത്രം വ്യത്യാസപ്പെടണം എന്നുള്ളൊരു വലിയ അറിവിലേക്ക്, വിജ്ഞാനത്തിലേക്ക് ഇന്ന് ഈ മകൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മകളുടെ എല്ലാ അപ്ലിക്കേഷൻസും റിജക്റ്റഡ് ആയപ്പോഴാണ് OET അപ്ലിക്കേഷൻസ് ഇൻ്റർവ്യൂസ് റിജക്റ്റഡ് ആയപ്പോഴാണ് ഈ മകൾക്ക് മനസ്സിലായത് ഞാനൊരു 0 പോയിൻറ്റിൽ വന്ന് നിൽക്കുകയാണ്. ഇനി അമ്മ മാതാവല്ലാതെ എനിക്ക് യാതൊരു സഹായവുമില്ല, എനിക്ക് മറ്റൊരിടത്തൊന്നും എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു വലിയ ബോധ്യത്തിലേക്ക് വന്നപ്പോഴാണ് ഉടമ്പടി ജീവിതം ആഴപ്പെടുന്നതെന്ന് ഈ സഹോദരി പറയുന്നു. ഈശോയെ സ്വന്തമാക്കാൻ തുടങ്ങി. തൻ്റെ എല്ലാ കൊച്ചു കാരുണ്യ പ്രവൃത്തികളിൽ ICUവിലായാലും CCUവിലായാലും അവർക്ക് ആവശ്യമുള്ള വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിവെച്ച് വളരെ കരുതലോടെ രോഗികളെ ശുശ്രൂഷിക്കുവാനും അതിലൂടെ പതുക്കെ ഈശോയെ ശുശ്രൂഷിക്കുന്നു എന്നുള്ളൊരു വലിയ മനോഭാവത്തിലേക്ക് ഈ സഹോദരി എത്തിച്ചേർന്നു. ഒരു നേഴ്സാകുമ്പോൾ ഒരുപാട് രോഗികളെ തൊട്ട് സുഖപ്പെടുത്താനുള്ള, മെഡിക്കൽ ഫീൽഡിൽ എല്ലാവർക്കും തന്നെ രോഗികളെ തൊട്ട് സുഖപ്പെടുത്താൻ, ആശ്വസിപ്പിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അതെല്ലാം ഇന്ന് ഈ മകൾ ഉപയോഗപ്പെടുത്തുകയാണ്.
പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് ഒരു UK ഒരു ജോലി മാത്രമല്ല, ഒരു വലിയ ജീവിതമാണെന്നാണ് ഈ മകൾ ഏറ്റുപറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പഠനത്തിലും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് കാത്തിരിക്കുന്നവരെയും ജോലിക്കായി വിഷമിക്കുന്നവരെല്ലാ മക്കളെയും ഇന്ന് യോഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.